ഒടുവിൽ ഷൈൻ ടോം ചാക്കോ വിൻസിയുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം. അത് കേട്ടാൽ കോമഡിയായി തോന്നും. കാരണം ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഷൈൻ ടോം ചാക്കോ വിൻസിയോട് മാപ്പ് പറഞ്ഞ് ഒടുവിൽ ഇരുവരും കൈകൊടുത്ത് പിരിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിലേക്ക് നയിച്ച സാഹചര്യം നമുക്കറിയാം. കാരണം ഇത്രയധികം പ്രശ്നങ്ങൾ വിൻസി തുറന്നു പറഞ്ഞിട്ടും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരൊന്നും തന്നെ ഇത് അറിഞ്ഞത് മീഡിയയിലൂടെ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇത് ഈ തരത്തിലേ വരൂ എന്ന് നമുക്ക് അറിയാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇത് ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോ മാപ്പ് പറയുമെന്നും കാലിൽ വീഴുമെന്നുമൊന്നും ആരും ഇത്ര പെട്ടെന്ന് അങ്ങനെ സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഏതായാലും നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതി ഇതോടുകൂടി ഒത്തുതീർപ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ധാരാളം പേരുണ്ട്. അതുമാത്രമല്ല, ഷൈൻ ടോം ചാക്കോയ്ക്ക് ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലം വന്നാൽ വീണ്ടും ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ ഒരു സ്ത്രീയുടെ പരാതി കൂടിയാകുമ്പോൾ കേസ് കടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഏതായാലും ഈ വിൻസി അലോഷ്യസ് നൽകിയ പരാതി ഒത്തുതീർപ്പായി. തനിക്കുണ്ടായ ബുദ്ധിമുട്ടാണ് പറഞ്ഞതെന്നും പരാതിയില്ലെന്നും വിൻസി ICCയെ അറിയിച്ചു. വിഷയത്തിൽ ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിച്ചു. താൻ മോശമായി ഒന്നും ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് ഷൈൻ പറഞ്ഞത്. ഞാനൊരു തമാശ രൂപത്തിൽ പറഞ്ഞതാണ്, അത് ആ രീതിയിൽ തന്നെ കാണണം. മാലാ പാർവതി പറഞ്ഞതുപോലെ ഒരു തമാശയായി കാണണം എന്ന രീതിയിലാണ് ഷൈൻ ടോം ചാക്കോ വിൻസിയോട് പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വിഷയത്തിൽ ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. താൻ മോശമായി ഒന്നും ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് ഷൈൻ ആവർത്തിച്ച് പറഞ്ഞു. പെരുമാറ്റത്തിൽ എന്തെങ്കിലും തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും ഷൈൻ വ്യക്തമാക്കി. ഇരുവരും ചർച്ചയ്ക്ക് ശേഷം കൈകൊടുത്ത് പിരിഞ്ഞു. സിനിമയുമായി സഹകരിക്കുമെന്ന് ഷൈനും വിൻസിയും അറിയിച്ചു. ICC റിപ്പോർട്ട് ഉടൻ പുറത്തുവരും. ഏതായാലും ബോധപൂർവം തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഷൈൻ ടോം ചാക്കോ അറിയിച്ചിരിക്കുന്നത്. ഇത് ബോധപൂർവം നടത്തിയ തെറ്റല്ല, മനഃപൂർവ്വം ചെയ്തതല്ല, ഒരു തമാശയായി അല്ലെങ്കിൽ ആ സമയത്തുണ്ടായ ഒരു തമാശ രൂപത്തിൽ വന്നതാണ് എന്ന രീതിയിലാണ് ഷൈൻ ടോം ചാക്കോ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇനി ഞാൻ പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കാമെന്ന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞു. ഇത് നിരവധി നമ്മൾ ഇത് കുറേ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ഇതൊരുപാട് കേട്ടിട്ടുള്ളതാണ്. കാരണം ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇത്തരത്തിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ ഇത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു ആളായതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വീണ്ടും കുറച്ച് നാളത്തേക്ക് ഇത്തരത്തിൽ ശ്രദ്ധിക്കാമെന്ന് പറയുമെങ്കിലും ഇതിൽ മാറ്റം വരാനുള്ള സാധ്യതയൊന്നും ഒരു കാരണവശാലും ഉണ്ടാകില്ല. ഏതായാലും ഇൻറ്റേർണൽ കമ്മിറ്റി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന് വിൻസിയും യോഗത്തിൽ നിലപാടെടുത്തു. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു സിനിമ മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത വിൻസിക്ക് നന്നായി അറിയാം. വിൻസി വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഫാമിലിയിൽ നിന്നും വന്നതാണ്. ഒരു ലോറി ഡ്രൈവറാണ് അച്ഛൻ. കുട്ടിക്കാലം മുതലേ സിനിമയോടുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് വിൻസി സിനിമയിലെത്തിയത്. അതുകൊണ്ട് അതിൻ്റെ ഒരു വില വിൻസിക്ക് നന്നായി അറിയാം. കൂടുതൽ പ്രശ്നങ്ങളുണ്ടായാൽ വിൻസിക്ക് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോക്ക് ബുദ്ധിമുട്ടാകുമെന്നും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വിൻസിയും ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോ ഒരു മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് അത്തരത്തിൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് വിൻസിയും എത്തുകയായിരുന്നു. തൻ്റെ പരാതി ചോർന്നതിലുള്ള അതൃപ്തിയും വിൻസി യോഗത്തിൽ അറിയിച്ചു. താൻ ആരുടെയും പേരെടുത്തായിരുന്നില്ല പരാതി പറഞ്ഞത്. പക്ഷേ ആ പരാതി എങ്ങനെ ചോർന്നു എന്നുള്ളത് അന്വേഷിക്കണം. പോലീസിൽ പരാതി നൽകാനില്ലെന്ന നിലപാട് ഇൻറ്റേർണൽ കമ്മിറ്റി യോഗത്തിലും വിൻസി ആവർത്തിച്ചു. ഷൈൻ ടോം ചാക്കോയ്ക്ക് താക്കീത് നൽകി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് ഇനിയിപ്പോൾ ധാരണ. അതായത് ഇനി യാതൊരു തരത്തിലും ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾക്കില്ല എന്ന് വിൻസി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താക്കീതും ഇവർ നൽകുമെന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ തിടുക്കത്തിൽ നടപടി വേണ്ടെന്ന നിലപാടിലാണ് താരസംഘടനയും. തിടുക്കത്തിലല്ല, വളരെ വൈകിട്ടാണെങ്കിൽ ഇവർ അത്തരത്തിൽ നടപടിയൊന്നും എടുക്കാനുള്ള സാധ്യത ഒരു കാരണവശാലും ഉണ്ടാകില്ല. എങ്കിലും മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ ഇത്തരത്തിൽ ചില തീരുമാനങ്ങൾ അവർ പറയാറുണ്ട്. അതായത് താരസംഘടനയും ഫിലിം ചേംബറും ഇൻറ്റേർണൽ കമ്മിറ്റി യോഗത്തിൻ്റെ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. റിപ്പോർട്ട് ഉടൻ തന്നെ ലഭിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഫിലിം ചേംബറിൻ്റെ നേതൃത്വത്തിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയുടെയും യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നിരുന്നു. അതേസമയം താരസംഘടനയായ അമ്മ നിയോഗിച്ച 3-അംഗ സമിതിയുടെ അന്വേഷണവും തുടരുകയാണ്. സൂത്രവാക്യം സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറി എന്ന വിൻസി അലോഷ്യസിൻ്റെ പരാതി വൻ വിവാദമായതോടെയാണ് ഏറെ വൈകിയുള്ള ഇൻറ്റേർണൽ കമ്മിറ്റിയുടെ ഇടപെടൽ. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയ നടനെതിരെ നിയമപരമായി പരാതി നൽകില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് വിൻസി അലോഷ്യസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. ഇരുഭാഗവും കേട്ടതോടെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി ഫിലിം ചേംബറിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് കൈമാറുകയാണ് അടുത്ത നടപടി. റിപ്പോർട്ടിൽ ഗൗരവകരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഷൈനിനെതിരെ നടപടിയെടുക്കാനും കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകാം.
നിർദ്ദേശം എന്തു തന്നെയായാലും അത് അനുസരിക്കാൻ സിനിമാ സംഘടനകൾ ബാധ്യസ്ഥരാണ്. അതിനിടെ ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസിൽ പോലീസിൻ്റെ തുടർ നടപടികൾ നീളുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസ് അന്വേഷണത്തോട് ഷൈൻ ടോം ചാക്കോ നന്നായി സഹകരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ചോദ്യം ചെയ്യലിലൊക്കെ ഒരു പ്രശ്നവുമില്ലാതെ ഷൈൻ ടോം ചാക്കോ അതിനുള്ള മറുപടിയൊക്കെ നൽകുന്നുണ്ട്. തെളിവുകളില്ലാത്തതിനാൽ ഷൈനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിൽ കാര്യമില്ലെന്നാണ് പോലീസ് വിലയിരുത്തൽ. ലഹരി പരിശോധനാ ഫലം വരാൻ 2 മാസമെങ്കിലും കഴിയും. കസ്റ്റഡിയിലെടുത്ത ഫോണുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലവും വൈകുമെന്നാണ് വിവരം. എപ്പോൾ വിളിച്ചാലും ഹാജരാകാമെന്ന് ഷൈൻ അറിയിച്ചതിനാൽ തിടുക്കം കാണിക്കേണ്ട എന്നാണ് പോലീസിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വിൻസി അലോഷ്യസിൻ്റെ പരാതി ഇത്തരത്തിൽ ഒത്തുതീർപ്പായി. ഇനി ആ പരാതി പിൻവലിക്കും. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഇനി ഷൈൻ ടോം ചാക്കോയ്ക്ക് പേടിക്കേണ്ട. അതോടൊപ്പം തന്നെ പോലീസ് അന്വേഷണത്തോട് നന്നായി സഹകരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ മുടിയുടെയും മൂത്രത്തിൻ്റെയും ഒക്കെ ടെസ്റ്റുകൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലമൊക്കെ വന്നതിന് ശേഷം മാത്രമേ ലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. അതിനുശേഷം മാത്രമേ മറ്റ് പോലീസ് നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത കാണുന്നുള്ളൂ. ഏതായാലും വിൻസി അലോഷ്യസിൻ്റെ പരാതിയായിരുന്നു ഏറെ ഷൈൻ ടോം ചാക്കോ വിഷമിച്ചിരുന്ന ഒരു സംഭവം. അതിൽ എന്തായാലും ഇപ്പോൾ ഒത്തുതീർപ്പ് വന്നിരിക്കുന്നു. കാരണം കൃത്യമായ രീതിയിൽ മാപ്പ് പറഞ്ഞിരിക്കുന്നു. മാപ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ചേർന്ന് ഇവരെ കൈകൊടുത്ത് സ്നേഹത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ നല്ല സൗഹൃദത്തോടെ പിരിയാൻ അനുവദിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വിൻസി അലോഷ്യസ് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യത ഒരു കാരണവശാലും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിൻസി അലോഷ്യസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലം മുതലേ സിനിമ മോഹത്തോടെ വന്ന ഒരു കുട്ടിയായിരുന്നു. അത് വീട്ടിലെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് അച്ഛൻ ലോറി ഡ്രൈവറായിരുന്നു. അതിനുശേഷം വീട്ടിലെ സാഹചര്യങ്ങളോടൊക്കെ പൊരുത്തപ്പെട്ട് പഠിച്ച് വലിയ ആളാകണം എന്ന് അച്ഛൻ വിചാരിച്ചിരുന്നു. പക്ഷേ സിനിമയിലെത്തുമെന്നൊരു ഘട്ടത്തിൽ പോലും തോന്നിയിരുന്നില്ല. വീട്ടിൽ അറിയിക്കാതെയാണ് ഓഡിഷനൊക്കെ പോയത്. ഒടുവിൽ ഇത് സെലക്ട് ആയപ്പോൾ സന്തോഷപൂർവ്വം അച്ഛൻ ഇതിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വിൻസി അലോഷ്യസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആഗ്രഹിച്ച ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് ഘട്ടങ്ങൾ വേണ്ടി വന്നു. എന്നിരുന്നാൽ കൂടിയും വിൻസി അലോഷ്യസ് സിനിമയിൽ വളരെ മനോഹരമായ വേഷങ്ങൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി നൽകിയതിലൂടെ വിൻസി അലോഷ്യസ് ഒരു നല്ല സ്വഭാവത്തിന് ഉടമയാണ് എന്നുകൂടി പ്രേക്ഷകർക്ക് മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ വിൻസിക്ക് മുന്നിൽ വന്ന് മാപ്പ് പറയുന്നു. കാരണം ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പറയുമ്പോൾ വിൻസിയുടെ ആ ഒരു സ്വഭാവ സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ബോധപൂർവം തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഷൈൻ പറഞ്ഞത്. താൻ ഈ മാലാ പാർവതി പറഞ്ഞതുപോലെ താനൊരു തമാശ രൂപത്തിൽ പറഞ്ഞതാണ്. അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നാണ് ഷൈൻ ടോം ചാക്കോ പറഞ്ഞത്. ഏതായാലും ഇനിയും എങ്കിലും ഷൈൻ ടോം ചാക്കോ നന്നാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.